ഒരുപാട് പേര് ഈ തെങ്ങ് കൃഷി അവസാനിപ്പിച്ചിട്ട് വേറെ പണിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. വണ്ടുകളുടെ ശല്യമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പല പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരു ജൈവ മരുന്ന് കണ്ടെത്തി. ഓലയെല്ലാം പോയായിരുന്നു. അതേതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച മട്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ മരുന്ന്, ഈ സസ്യസൗഖ്യമുള്ള മരുന്ന്, ഇത് മുറയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം അത് തെങ്ങ് രക്ഷപ്പെട്ടു. ഇപ്പം അത്യാവശ്യം കായുണ്ടല്ലേ, തേങ്ങ ഉണ്ടല്ലോ. ഇതിപ്പോൾ തിരക്കേടില്ല, കായൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് വെറും 2 തുള്ളി മതി 1 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാനായിട്ട്. 2 രൂപ ചിലവാണ്. 2 രൂപയുടെ ചിലവ്. അതെ, അത്രേ ഉള്ളൂ. ഈ ഒരു ബോട്ടിൽ കൊണ്ട് 75 തെങ്ങിന് ഒരു റൗണ്ട് അടിക്കാം, ഒറ്റ റൗണ്ട് അടിക്കാം. ഈ 15 മില്ലി കുപ്പിക്കകത്ത് 300 തുള്ളി മരുന്നുണ്ട്. ഇതിന്റെ വില എത്ര? 130 രൂപ. അതായത് ഇതുകൊണ്ട് ഒരു 75 തെങ്ങിന് നമുക്ക് ഒരു പ്രാവശ്യം ഒരു റൗണ്ട് അടിക്കാൻ പറ്റും. 2 ലിറ്റർ വെള്ളം. ഈ 2 ലിറ്റർ വെള്ളത്തിൽ 4 തുള്ളി ഒഴിക്കണം. 4 ഒഴിച്ചിട്ട് ഈ തെങ്ങിന് ചുറ്റും വെറുതെ ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ഒഴിച്ചാൽ കുഴപ്പമുണ്ടോ? വലിയ മഴ പെയ്യുമ്പോൾ ഒഴിക്കാൻ പാടില്ല. ചെറിയ മഴ കൊണ്ട് നിന്ന് ഒരു 2 മണിക്കൂർ കിട്ടുകയാണെങ്കിൽ നമുക്കിത് ഒഴിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം മാറുമോ? ഇല്ല, ഒരു പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മാസം കൂടി ചെയ്യുക. അതിന് ശേഷം ഈ 2 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. നമുക്ക് നല്ല പ്രയോജനം കിട്ടും. വണ്ടുകൾക്കൊന്നും മണ്ടരിയോ ഒന്നും. അപ്പോൾ ഇതിൻ്റെ പേര് സസ്യസൗഖ്യം എന്നാണ് പേര്. ഹോമിയോ മരുന്നോ? ഹോമിയോ മരുന്നാണ്. ഹോമിയോയുടെ സ്മെല്ലുണ്ട്. സസ്യസൗഖ്യം, ഹോമിയോയുടെ സ്മെല്ലുണ്ടല്ലോ. അതെ. ഇത് കൈ കാണിച്ച് മറ്റു മറുഭാഗം എന്നാലേ നമുക്ക് തോന്നും. നമ്മൾ കഴിക്കുന്ന ഹോമിയോ. അതെ. അപ്പോൾ ഇത് 4 തുള്ളി ഒഴിച്ചിട്ടുണ്ട്. ഇത് ചുറ്റുപാടും ഇതിങ്ങനെ കൈ വീണ കുഴപ്പമൊന്നുമില്ല. കൈ വീണ ഒരു കുഴപ്പമില്ല. അറിയാതെ അകത്തോട്ട് സ്വല്പം ചെന്നാലും പ്രശ്നമൊന്നുമില്ല. ഇല്ല. അത് കുടിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ കുടിച്ചു നോക്കിയിട്ടുണ്ട്. മുകളിൽ ഒഴിക്കേണ്ട ആവശ്യമില്ലേ? അതതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ്. ഇത് നമുക്ക് മുകളിൽ കയറി ഒഴിക്കണ്ട. വലിയ തെങ്ങാണെങ്കിൽ ചുവട്ടിൽ മാത്രം ഒഴിച്ചാൽ മതി. തടിയോട് ചേർത്ത് ഒഴിച്ചാൽ മതി. ഈ മുകളിൽ ഇരിക്കുന്ന വണ്ടുകൾക്ക് പിന്നെ തെങ്ങിനോട് അടുക്കാൻ പറ്റില്ല. അല്ല, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തെങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? അതെ. ഇത് തെങ്ങിനാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ വേറെ നമുക്ക് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് പച്ചക്കറി കൃഷിയുണ്ട്, പിന്നെ ഈ റബ്ബർ കൃഷിയുണ്ട്. അപ്പോൾ ഇതിന് വെവ്വേറെയുള്ള മരുന്നുകളുണ്ട്. റബ്ബറിൻ്റെ എന്തോ ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ റബ്ബർ കർഷകർക്കുള്ള പ്രധാന പ്രശ്നം ഈ മഴക്കാലം ആകുമ്പോൾ റബ്ബർ തൈകളിൽ ചീക്കുണ്ടാവും. അപ്പോൾ ചീക്ക് ഒരു പ്രാവശ്യം ബാധിക്കുമ്പോൾ അവിടെ നല്ല ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ ഉണങ്ങിയാലും അത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാലും അത് ഉള്ളിൽ അണുക്കളുള്ളിടത്തോളം കാലം ഭാവിയിൽ അത് ഒരു നല്ല കാറ്റ് വന്നാൽ അത് ഒടിയാൻ നല്ല സാധ്യതയാണ്. അപ്പോൾ ഇത് മുറയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അഥവാ ചീക്ക് പൊട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ നമ്മളിത് തേച്ച് കൊടുക്കുക. തേക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 3 തുള്ളിയാണ്. ഇതിനകത്ത് ഇതിൻ്റെ പേര് വേറെ അല്ലേ? അതെ. ഇത് P&D റെമഡി എന്നാണ് പറയുന്നത്. P&D റെമഡി. അതെ. അപ്പോൾ ഇതിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ പല പരീക്ഷണങ്ങളും ചെയ്ത് ഒരു പ്രത്യേക 3 വ്യത്യസ്ത തരം ഹോമിയോ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ മരുന്നാണിത്. അപ്പോൾ ഇത് ചീക്ക കൊണ്ട് തുടങ്ങുന്ന ആ വേളയിൽ തന്നെ നമ്മളിത് 1 ലിറ്റർ വെള്ളത്തിൽ 3 തുള്ളി മാത്രം ചേർത്ത് അവിടെ ആ ചീക്ക് തുടങ്ങുന്നിടത്ത് അവിടെ നല്ലതായിട്ട് പുരട്ടി കൊടുക്കുക. ചുറ്റുപാടും താഴോട്ടും മേളിലോട്ടും ഒക്കെ തേച്ച് കൊടുക്കുക. ഒരു ചീക്ക് കാണുന്നതിൻ്റെ അവിടുന്ന് ഒരു 2 അടി മേളിലോട്ടും 2 അടി കീപ്പോട്ടും ചുറ്റുപാടും തേക്കുക. തണ്ടയിൽ അത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ചുവട്ടിൽ 1 ലിറ്റർ ഈ മരുന്ന് ചേർത്തതും വെള്ളം കൂടെ ഒഴിക്കുക. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് അതൊരു സഡൻ സ്റ്റോപ്പായിരിക്കും ഈ ചീക്ക് രോഗത്തിന്. ഇത് പച്ചക്കറിക്കുള്ള മരുന്നാണ്. അതിന് വെജ് ഗാർഡ് എന്നാണ് പറയുന്നത്. വെജിറ്റബിൾസിനെ ഗാർഡ് ചെയ്യുന്നത്.
ആ അതെന്തിനൊക്കെ പച്ചക്കറിയുടെ എന്ത് പച്ചക്കറി കീടങ്ങൾക്കെതിരെ ഇത് പ്രവർത്തിക്കും. 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വേണം. 6 തുള്ളി. അതങ്ങനെ 4-ാം ദിവസം നമ്മളിത് വീണ്ടും വീണ്ടും ആവർത്തിക്കണം. ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമോ? സ്പ്രേ ചെയ്താൽ മതി, പച്ചക്കറിക്ക് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റ് ഒഴിക്കുന്ന പച്ചക്കറിക്ക് അത് സെയിം ഇത് തന്നെ? അല്ല, പച്ചക്കറിക്കും ഫ്രൂട്ട്സിനും ഒഴിക്കുന്നത് രണ്ടും രണ്ടാണ്. പച്ചക്കറിക്ക് വെജ് ഗാർഡ് എന്ന് പറയുന്ന മരുന്നാണ് തളിക്കേണ്ടത്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വേണം. പക്ഷേ ഫ്രൂട്ട്സിനൊക്കെ തളിക്കാനായിട്ട് സസ്യസൗഖ്യ എന്ന മരുന്ന് മതി. അതിന് 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മാത്രം ചേർത്താൽ മതി. അത് ഫ്രൂട്ട് പ്ലാന്റ് എങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാമോ? അത് ചെറിയ തളിക്കാവുന്ന ഹൈറ്റ് വരെ ഇത് തളിക്കുക. അതിന് മുകളിലോട്ടുള്ളതിന് താഴെ ഒഴിക്കുക. വലിയ സ്പ്രേയർ വെച്ച് അടിക്കേണ്ടി വരും അല്ലേ? അതെ, വലിയ മരമൊക്കെ ആണെങ്കിൽ സ്പ്രേ മറ്റേ പുറത്തിട്ടടിക്കുന്ന വലിയ സ്പ്രേയറാണ് അതിൻ്റെ സൗകര്യം. ഇത് പച്ചക്കറിക്കുള്ളതാണ്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് ഉപയോഗിച്ചെന്ന് മാത്രം. കീടങ്ങൾക്കെതിരെ ഇത് നല്ല പ്രതിവിധിയാണ്. ഇത് തളിച്ചു കഴിഞ്ഞാൽ കീടങ്ങളൊന്നും ആക്രമിക്കില്ല. ഒരു കാര്യം കർഷകർ ചെയ്യാൻ ഓർക്കണം, ഇത് വിഷമൊന്നുമല്ല. ഇത് സ്വല്പം അറിയാതെ നമ്മൾ അകത്തോട്ട് ചെന്നാലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് പക്ഷേ കീടങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമാണ്. ഇത് നമ്മൾ ഇന്ന് തളിക്കുകയാണെങ്കിൽ 4 ദിവസത്തെ ഇടവേളയിൽ 4 പ്രാവശ്യം തളിക്കണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, വിത്ത് മുളച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുക, പിന്നെ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും തളിക്കുക, പിന്നെ 4 ദിവസം കഴിഞ്ഞ്, അങ്ങനെ 4 പ്രാവശ്യം 4 ദിവസത്തെ ഇടവേളകളിൽ തളിക്കുക. പിന്നെ ആവശ്യം വന്നാൽ മാത്രം ഇത് തളിക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. പച്ചക്കറി കൃഷി നമുക്ക് വീട്ടുകാർക്ക് തന്നെ ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആക്കി തീർക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. തുടക്കത്തിൽ ഈ പച്ചക്കറികൾ ഉപയോഗിക്കുന്ന വിഷങ്ങളെപ്പറ്റി എനിക്കൊരു ഐഡിയ കിട്ടിയിരുന്നു. അത് വല്ലാത്ത പല ക്യാൻസറുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിഷങ്ങളാണ് നമ്മൾ ഈ പച്ചക്കറികളും തളിക്കുന്നത്. അതിനൊരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ട്, ഒരു സ്റ്റോപ്പ് ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ ഈ മരുന്ന് തളിച്ചാൽ, ഈ പറഞ്ഞ വിധത്തിൽ തളിച്ചാൽ നമുക്ക് വിഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ബോട്ടിൽ എൻ്റെ അളവ് എങ്ങനെ വരുന്നത്? ബോട്ടിൽ ഇത് ഈ P&D റെമഡി റബ്ബറിനുള്ളത് ഒരൊറ്റ പാക്കിങ്ങേ ഉള്ളൂ. 30 മില്ലിയുടെ പാക്കിങ് മാത്രമേ ഉള്ളൂ. ഈ മറ്റേ സസ്യസൗഖ്യ 100 ml, 30 ml, 15 ml ഉണ്ട്. പിന്നെ വെജ് ഗാർഡ് 30 ml ഉണ്ട്, 15 ml ഉണ്ട്. ഈ 15 ml ഒക്കെ ഓരോന്നിൻ്റെ വില എങ്ങനെ തുടങ്ങുന്നത്? 15 ml സസ്യസൗഖ്യം 130 രൂപ, വെജ് ഗാർഡിന് 130 രൂപയാണ്. അപ്പോൾ ഈ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 15 ml ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് വാങ്ങിയിട്ട് പരീക്ഷിക്കാൻ പറ്റും. ഒരു തെങ്ങിലൊക്കെ അതിൻ്റെ ആവശ്യമില്ലല്ലോ നോക്കാനായിട്ട്? ഒരു തെങ്ങ് ഇത് ഈ 15 മില്ലിക്കകത്ത് 300 തുള്ളിയുണ്ട്. 300 തുള്ളിയുണ്ട്. ഒരു തെങ്ങിന് 4 തുള്ളി വെച്ചിട്ട് നമുക്ക് 75 തെങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. അത് ഒരു 10 തെങ്ങൊക്കെ ഉള്ളവർ ധാരാളം പേരുണ്ട്. ഒരു 10 തെങ്ങുള്ള ഒരു കർഷകന് ഒരു 4-5 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഇതിനകത്ത് ഈ 15 മില്ലിക്കകത്ത് 300 തുള്ളികളുണ്ട്. ഈ 300 തുള്ളികൾ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിന് 4 തുള്ളി പ്രകാരം 75 തെങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 10 തെങ്ങുള്ള ഒരു കർഷകന് ഒരു 6-7 പ്രാവശ്യം, അതായത് ഒരു 10-50 തെങ്ങുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അത് കൂടെ ഇനിയും ഈ 10 തെങ്ങല്ല 20, 30, 40, 50 തെങ്ങുള്ളതിന് പോലും ഒരു റൗണ്ടെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. 10 തെങ്ങുള്ളവനാണെങ്കിൽ 5-6 തവണ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഇവിടെ നിൽക്കുന്ന വലിയ തെങ്ങുകൾക്കൊക്കെ ഇത് ഒഴിക്കുന്നുണ്ടോ? ഈ വലിയ തെങ്ങുകൾക്ക് ഒഴിക്കുന്നുണ്ടോ ഇത്? ഇവിടെ ചുറ്റുപാട് നോക്കിയാൽ 10-100 തെങ്ങ് കാണാം. ഇതിനൊക്കെ ഞാൻ ഒഴിക്കുന്നുണ്ട്. നേരത്തെ ഈ തെങ്ങുകൾക്കെല്ലാം ഈ മഞ്ഞളിപ്പ് രോഗവും പിന്നെ വണ്ടുകളുടെ ആക്രമണവും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം എനിക്ക് ഈ മരുന്ന് കണ്ടെത്തിയതാണ്. അത് ഇതിൻ്റെ ഒരു വലിയ പ്രയോജനം, നമ്മൾ മുകളിൽ കയറി ആരെയും ചെലവ് ചെയ്ത് മുകളിൽ കയറ്റി തെങ്ങിൻ്റെ മുകളിൽ കയറ്റി ഇത് പ്രയോഗിക്കേണ്ട കാര്യമില്ല. ചുവട്ടിൽ തടിയോട് ചേർത്ത് ഇപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി, നമുക്ക് ആവശ്യമായ പ്രയോജനം കിട്ടും. ഞാൻ ഓർക്കിഡിന് എൻ്റെ മരുന്ന് സസ്യസൗഖ്യം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒച്ചിൻ്റെ നല്ല ശല്യം നേരിടുന്ന ഒരു സസ്യമാണ് ഓർക്കിഡ്. അപ്പോൾ ഓർക്കിഡ് നല്ല വിലയാണ്.
പക്ഷേ ഇത് ഒച്ചു വന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗിയെല്ലാം പോകും. അപ്പോൾ ഈ സസ്യസൗഖ്യം എന്ന മരുന്ന് വെറും 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മതി. അത് ചേർത്തിട്ട് ഇത് ഒരു 2 ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഒച്ചുകൾ അടുക്കില്ല. അപ്പോൾ ഈ ഒച്ച ശല്യമുള്ള മറ്റെന്തെങ്കിലും കൃഷിയൊക്കെ ഇത് ഏത് കൃഷിക്കും ഈ സസ്യസൗഖ്യം നല്ലതാണ്, ഫ്രൂട്ട്സിനും ഒക്കെ നല്ലതാണ്. മലയോര കർഷകർക്ക് വന്യമൃഗങ്ങളായ ആന, കുരങ്ങ്, പന്നി എന്നിവയുടെ ശല്യം സസ്യസൗഖ്യം ഉപയോഗിച്ചാൽ വളരെ ലളിതമായി പരിഹരിക്കാം. ഏതാനും കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ഈ തോട്ടത്തിൽ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്റർ ഒന്ന് പറഞ്ഞോട്ടെ. കുരങ്ങൾ ഒരു 50-60 എണ്ണം കൂടുതൽ ഇങ്ങോട്ട് വരും. എന്നിട്ട് തെങ്ങിൽ കയറി ആകെ നശിപ്പിക്കും. അങ്ങനെ പടക്കം പൊട്ടിച്ച്, പിന്നെ കവണ ഉപയോഗിച്ച്, പിന്നെ ഉണക്ക മത്സ്യം കെട്ടി തൂക്കി, അങ്ങനെ പലരും പറയും. അതൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ട് മാറ്റില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആ സസ്യസൗഖ്യം എന്നുള്ള മരുന്ന് യൂട്യൂബിൽ കണ്ടു. അങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് പൊന്നാനിയിൽ ജോലി ചെയ്യുന്ന ഒരു കൃഷി ഓഫീസർ യാദൃശ്യം എത്തിപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ കരുവാരക്കുണ്ടിലാണ് ഇവർ. അവരെ ഓഫീസ് നമ്പർ പറഞ്ഞു തന്നു. അങ്ങനെ ഇവർ വിളിച്ചു, പിന്നെ ബന്ധപ്പെട്ടു. അപ്പോഴിവർ മരുന്ന് സ്റ്റോക്കില്ലായിരുന്നു. സ്റ്റോക്ക് ഉണ്ടായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് വിളിച്ചു. ഞാൻ അതിൻ്റെ ഫീസ് അടച്ചു, കൊറിയറിൽ വരുത്തി. എനിക്ക് കിട്ടിയാരെ ഇവർ പറയുന്ന രൂപത്തിൽ ഞാൻ ഉപയോഗിച്ചു. അതിനുശേഷം കുരങ്ങ് 1-2 കുരങ്ങ് വരും, പെട്ടെന്ന് വന്നു നോക്കി പോകും. അപ്പോൾ ചുറ്റുവട്ടത്തുള്ളവരും പറയാൻ തുടങ്ങി, ഇപ്പോൾ കുരങ്ങ് വരില്ല, ശല്യമൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. അപ്പോൾ ഞാൻ കവണെടുക്കാൻ നോക്കിയപ്പോഴേക്കും അവർ പോയി. അല്ലാഞ്ഞാൽ ആദ്യം 2 ആൾ നേതാവിനെ പോലെ 2 ആൾ വരും. അവർ വന്നു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് സെറ്റ് ഒന്നായിട്ട് എത്തും. പിന്നെ അവരുടെ നായാട്ടാണ്. അവർ വന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അവർ ചെയ്ത് തെങ്ങ് കയറും. എന്നിട്ട് നമ്മൾ വല്ല എറിഞ്ഞാൽ അവർ മൊച്ചിങ്ങടുത്ത് ഇങ്ങോട്ട് എറിയും. തേങ്ങയെല്ലാം വലിച്ച് നശിപ്പിക്കും. അവർ തെങ്ങിന് മുകളിൽ വെച്ച് പിന്നെ പുളിക്കും, കുടിക്കും, അതുകൊണ്ട് എറിയും. അങ്ങനെ പലതും ഉണ്ടാവും. ഈ ശല്യം എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? അതൊരു 3 വർഷത്തിലധികമായി. അപ്പോൾ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കുരങ്ങ് ശല്യം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ മാസ്റ്റർ ഇത് എന്നാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മരുന്ന്? 2024 ജനുവരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിച്ചു? പിന്നെ ഏപ്രിൽ മാസത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ ഒരു 2 മാസം കൂടുമ്പോൾ ഉപയോഗിക്കുകയാണ് നല്ലത്. എന്നാൽ ഈ ഇതുങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ സാധിക്കും. എനിക്ക് നല്ല ഗുണമാണ് കിട്ടുന്നത്. എന്നുവെച്ചാൽ ഞാനിവിടെ തമിഴ്നാട്ടിലാണ് ഉള്ളത്. പക്ഷേ നാട്ടിലേക്ക് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. അവിടേക്ക് ഇത് കൊറിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടുന്ന് വാങ്ങിയിട്ട് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എനിക്ക് കുരങ്ങിൻ്റെ ശല്യമായിരുന്നു മെയിനായിട്ടുണ്ട്. കുരങ്ങും മലയെണ്ണാനും പരിസരത്ത് വരുന്നില്ല ഇപ്പോൾ. അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ആ മരുന്ന് ഉപയോഗിച്ചു, 2 പ്രാവശ്യം ഉപയോഗിച്ചു. ചെള്ളിനുള്ള മരുന്നാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ചെള്ള് വന്ന് ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കരണ്ടിയൊക്കെ ഇങ്ങാണ്ട് പോവുകയാണ്. നല്ല വിജയമാണ്. പിന്നെ കാര്യമായിട്ടൊന്നും കുത്തി പരിക്കേൽപ്പിച്ചിട്ടില്ല. സ്വദേശി. ഓക്കെ. ഈ സസ്യസൗഖ്യ എന്ന് പറഞ്ഞ ഹോമിയോ മരുന്ന് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊന്ന് പറയും. ഇതാണ് നല്ല മാറ്റങ്ങൾ വന്നു. കായ്ക്കാത്ത പല തെങ്ങ്, അടക്ക, പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ കായ്ക്കാൻ തുടങ്ങി. പിന്നെ ഈ പ്ലാവൊക്കെ ഉണ്ടെങ്കിലും ആന വരുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ പന്നിശല്യം അത് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. വേറെ ഈ കവുങ്ങിന് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടോ? കാപ്പിയിൽ യൂസ് ചെയ്തിട്ടൊക്കെ ഇത് നല്ല മാറ്റമുണ്ട്. പിന്നെ ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. പിന്നെ കേടിനൊക്കെ വളരെ കുറവുണ്ട്.